ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണെങ്കിൽ പുതിയ കാർ എടുക്കുന്ന അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് സോണറ്റ് പോലത്തെ ഒരു വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും. അത് ഫുൾ ഓപ്ഷൻ തന്നെ ഇറക്കാൻ പറ്റും. 2023 മോഡലാണ്. ഡീസൽ IMT ഏറ്റവും ഫുൾ ഓപ്ഷനാണ് വണ്ടി വരുന്നത്. പെട്രോള് 2022 മോഡൽ കാരൻസ് മാനുവലാണ് ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നത്. ഇത് 2022 മോഡൽ പെട്രോൾ മാനുവലാണ് വണ്ടി വരുന്നത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. ഇതും 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതേപോലെ IMT ആണ്. എന്നിരുന്നാൽ പോലും റേറ്റ് 9,70,000 ചോദിക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ഒരു കളറാണ് കിയയിൽ ബ്ലാക്ക് എന്ന് പറയുന്നതൊക്കെ. കോമ്പസ് 2019 മോഡൽ പനോരമിക് സൺറൂഫ് ആണ്. സെഡാൻ ഉണ്ട്, IMT ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, എല്ലാം ഉണ്ട്. ഹലോ അനസ്ക, എവിടെയാണ്? കൊറേ കാലമായിട്ട് കാണാനില്ല. ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. വരാത്തോണ്ട് ഒരു ചെറിയൊരു ചമ്മലോണ്ട് കാത്തുന്ന വരുന്നില്ല ഇപ്പോഴും. എന്നാലും ഇന്നിപ്പോ ഏതാ വണ്ടി? അടിപൊളി വണ്ടി. ഒരുപാട് കുറെ വണ്ടികളുണ്ട്. സെഡാൻ ഉണ്ട്, IMT ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഇവിടുന്നാണ് ഇപ്പൊ സ്റ്റാർട്ടിങ്. നമുക്ക് ആദ്യം പഞ്ചിന്ന് തുടങ്ങാം. കുറെ കാലമല്ലേ വരുന്നുണ്ട്, അപ്പൊ ഒരു പഞ്ചായിട്ടാണ്. ഇത് 2022 മോഡലാണ്. ടാറ്റ പഞ്ചാണ് വണ്ടി വരുന്നത്. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 കിലോമീറ്റർ മാത്രം ഓടി. 5000 കിലോമീറ്റർ ഓടി. വെറും 5000 കിലോമീറ്റർ ഓടി. 2022 ആണോ മോഡൽ? 22 10ാം മാസം വണ്ടിയാണ്. ഓക്കെ, അപ്പൊ 2023 തന്നെയാണ്. 23 ഒരു 1.5 വർഷം അത്രേ പഴക്കമുള്ളൂ വണ്ടിക്ക്. 1.5 വർഷം ഇല്ല. 5000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഈ നമ്മൾ ചോദിക്കുന്നത് 6,90,000 മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതന്നെ ചെറിയ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്ത് ചെറിയ മാറ്റങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും. അതൊരു മാക്സിമം ലോണും ചെയ്യാം. 90% ലോണും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും വണ്ടി. എല്ലാം അതിന്റെ ടയറൊന്നും നോക്കാനേ ഇല്ല. കാരണം 5000 ഓടിയ ടയറല്ലേ. വണ്ടിയൊക്കെ പക്ക അടിപൊളി വണ്ടിയായിരിക്കും. പിന്നെ കമ്പനി വാറണ്ടിയും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ്. അതിന് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാണ് അതിന്റെ വ്യത്യാസം. അതെ അതെ. അടുത്ത കിയ സോണറ്റിലേക്ക് പോവാം. അടുത്ത കിയ സോണറ്റ് ഡീസലാണ്. നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ട് ഡീസൽ വണ്ടികൾക്ക്, പ്രത്യേകിച്ച് സോണറ്റ് സെൽറ്റോസിനൊക്കെ. കാരണം നമുക്ക് എപ്പോഴും പോകുന്ന ഒരു വണ്ടിയാണ് അത്, ഈ കിയ വണ്ടികൾ. ഇത് 2023 മോഡലാണ്. ഡീസൽ IMT ഏറ്റവും ഫുൾ ഓപ്ഷനാണ് വണ്ടി വരുന്നത്. വെന്റിലേഷൻ സീറ്റും സൺറൂഫും കാര്യങ്ങളും എല്ലാം വരുന്ന വണ്ടിയാണ്. എല്ലാം ഉണ്ട്, ഒക്കെ ഫുൾ ഓപ്ഷനാണ്. സിംഗിൾ ഓണർ ആണ്. പിന്നെ 10,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5,000 10,000 അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ റേറ്റ് വരുന്നത് ഇത് 13,95,000 രൂപ. ഇതിനൊക്കെ ഒരു 10-13 റുപ്യൻ്റെ അടുത്ത് ലോണും കയറും പ്രൊഫൈലാണെങ്കിൽ. പിന്നെ ലോൺ റോഡ് പ്രൈസ് എത്ര വരുന്നാവല്ലേ? ഇതിനൊക്കെ ഓൺ റോഡ് 18,319 അടുപ്പിച്ച് റേറ്റ് വരുന്നുണ്ട് പുതിയതിന്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു വർഷത്തെ പഴക്കമേ ഉള്ളൂ. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം 4,00,000 ലക്ഷം രൂപയോളം മാറ്റം വന്ന്. 5 ലക്ഷം തന്നെ, 5 ലക്ഷം രൂപ മാറ്റം വന്ന്. അത് ഈ പറയുന്ന മാതിരി എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ പുതിയ കാർ എടുക്കുന്ന അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ് വരാം ഓരോന്നും. അപ്പോൾ കസ്റ്റമേഴ്സിന് ഈ ലോണിൻ്റെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞോട്ടെ, സമയമുണ്ടോ? എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ഡൗട്ട് പറഞ്ഞാൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളതാണ്. അതെന്തൊക്കെയാ വെച്ചാൽ ഒരു ഫോട്ടോ വേണം, ആധാർ കാർഡ്, പാൻ കാർഡ് ഇതിൻ്റെ കോപ്പിയാണ്, പിന്നെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ലാൻഡ് ടാക്സിൻ്റെ കോപ്പി. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ പിന്നെ കസ്റ്റമേഴ്സിന് ടെന്യൂർ എത്ര വർഷം വരെ ലോൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. നോർമൽ കേസസ് 5 years ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ഹൈ പ്രൊഫൈലൊക്കെ ആണെങ്കിൽ ഒരു 7 year വരെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് നോർമലി വരെ 6.5 തൊട്ടിട്ട് 8.5 വരെയാണ്. അതിൽ സിവിൽ ഇഷ്യൂസും കാര്യങ്ങളും ഇഷ്യൂസ് ഉള്ള കസ്റ്റമേഴ്സിന് ചിലപ്പോൾ 8.5ൻ്റെ മുകളിലോട്ട് പോകും. നേരെ മറിച്ച് സിവിൽ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ഹൈ പ്രൊഫൈൽ ആണെങ്കിൽ നമുക്ക് ന്യൂ കാർസ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ ചെയ്ത് കൊടുക്കാനും പറ്റും. ചെയ്ത് കൊടുക്കാനും പറ്റും. ഈ ഹൈ പ്രൊഫൈൽ പറഞ്ഞാൽ വലിയ ഉദ്യോഗസ്ഥർ അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ബാങ്കിങ് ട്രാൻസാക്ഷൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന കേസസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. കുറെ ലാഗ് ആക്കുന്നില്ല. 2022 മോഡൽ കിയ കാരൻസ്. കഴിഞ്ഞ മാസം നമ്മൾ കാരൻസ് കൊണ്ട് അയ്യര് കളിയായിരുന്നു. 5-6 കാരൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം. അപ്പം അതേപോലെ മറ്റൊരു കാരൻസും ആയിട്ടാണ് വന്നത്. പെട്രോള് 2022 മോഡൽ കാരൻസ് മാനുവലാണ് ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നത്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ലക്ഷറി പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ,
ലക്ഷറി പ്ലസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷൻ തന്നെ, വെന്റിലേഷൻ സീറ്റ്, എയർ പ്യൂരിഫൈങ് എല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ സൺറൂഫ് കാര്യങ്ങൾ, പിന്നെ ബാക്കിലാണെങ്കിൽ റെയർ എ സി, പിന്നെ ബാക്കിലും ചാർജിങ് പോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എല്ലാം വരുന്ന വണ്ടിയാണ്. വയർലെസ് ചാർജറും വരുന്നുണ്ടോ? വയർലെസ് ചാർജർ എല്ലാം ഉണ്ടാവും. ഫുൾ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത്. ഇത് നമ്മൾ ചോദിക്കുന്നത് 15,90,000 രൂപ. 15,90,000. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഹുണ്ടായിന്റെ വരണല്ലേ? അതെ, ഹുണ്ടായുടെ വരണ ന്യൂ ഷേപ്പ് ആണ് വണ്ടി വരുന്നത്. ന്യൂ ഷേപ്പ് വരുന്നല്ലേ? ഇപ്പം വീണ്ടും ഷേപ്പ് മാറി കേട്ടോ. ഇപ്പൊ വേറെ തന്നെ വീണ്ടും ഒരു ഷേപ്പ് വന്നു, 2024 വന്നു. അതായത് ഇപ്പൊ 20 തോന്നുന്നുണ്ട് ഇതുവരെയുള്ള 20 24 വരെ വന്ന ഷേപ്പാണ് ഇത് വരുന്നത്. ഇത് 2022 മോഡൽ പെട്രോൾ മാനുവൽ ആണ് വണ്ടി വരുന്നത്. SX എന്ന് പറഞ്ഞിട്ടുള്ള ഫുൾ ഓപ്ഷൻ തന്നെ. കാരണം സൺറൂഫ്, സ്ക്രീന്, ബാക്ക് ക്യാമറ, ഡീഫോഗർ, ഫോഗ് ലാമ്പ് എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. എയർ ബാഗിൻ്റെ എണ്ണത്തിൽ കുറവുണ്ടാവും. ഫുൾ SX ഓപ്ഷനിലേക്ക് പോകുമ്പോൾ 6 എയർ ബാഗ് ഉണ്ടാവും, ഇതിൽ 2 എയർ ബാഗ്. ആ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. റേറ്റ് നമ്മൾ 10,90,000 രൂപ. സിംഗിൾ ഓണറാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. 16,000 കിലോമീറ്റർ എടുത്ത് പറയേണ്ട ഒരു സംഭവം. അതെ, 16,000 ഓടിയിട്ടുള്ളൂ. അല്ല, നമ്മുടെ അടുത്തുള്ള വണ്ടികൾ ഫുള്ള് 10, 20, 5, 16 ഒക്കെ ലെവലാണല്ലോ. നമ്മൾ ലോക്കൽ ഒന്നാമത് നമ്മൾ മോഡൽ കൂടിയ വണ്ടികൾ അധികം ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വണ്ടി. പിന്നെ അത്യാവശ്യം ഓടിയ വണ്ടികളും ഉണ്ട്. ഇപ്പോൾ 2021 സെൽട്ടോസ് ഉണ്ട് ഇവിടെ, ഡീസൽ വണ്ടി. അത് 56,000 ഓടിയിട്ടുണ്ട്. ഓടിയ വണ്ടികളും ഉണ്ട്. അല്ല, മേജർ ഓട്ടം അല്ല. പക്ഷെ പറയാണ് ഈ 5, 10 എന്നുള്ള ഓട്ടം അല്ല എന്ന് പറയാണ്. അപ്പം പിന്നെ അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് പലപ്പോഴും സംശയങ്ങളുണ്ടാവും. ഇതെന്താ എല്ലാ വണ്ടി 5,000, 10,000 ഓടിയ മീറ്റർ തിരിച്ചാണോ എന്നുള്ളത്. അങ്ങനത്തെ ഒന്നുമല്ല. നമ്മൾ ഫുൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓരോ വണ്ടി എടുക്കുന്നുള്ളൂ. അതന്നെ കമ്പനി ഹിസ്റ്ററി ഉണ്ടാവും. അതേപോലെ കമ്പനി പോയി ചെക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ കൺഫേം ചെയ്താൽ മതി. അതൊക്കെ നമ്മൾ അത്രയും ചെക്ക് ചെയ്തിട്ട് ഓരോ വണ്ടി എടുത്തുകൊണ്ടിരുന്നത്. അപ്പം മെക്കാനിക്കലി ഒന്നും വണ്ടികൾക്ക് ഒരു മേജർ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, എൻജിനും ഗിയർ ബോക്സിനൊക്കെ ആയിട്ട്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്ത നമുക്ക് അതേപോലെ തന്നെ ഹുണ്ടായുടെ തന്നെ വെന്യൂ 2021 മോഡല് 11ാം മാസം വണ്ടിയാണ്. അതേപോലെ തന്നെ SX ഓപ്ഷണൽ IMT പെട്രോൾ ആണ് വണ്ടി വരുന്നത്. SX അതായത് ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത്. സൺറൂഫ്, സ്ക്രീന്, ക്യാമറ, ഡീഫോഗർ, ഫോഗ് ലാമ്പ്, ബാക്ക് വൈപ്പർ എല്ലാ ഓപ്ഷൻസും എന്താണ് ഇതൊക്കെ ഉണ്ട്. വയർലെസ് ചാർജറോ എല്ലാം ഉണ്ട്. എല്ലാം വരുന്ന വണ്ടിയാണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. ഇതും 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി പെട്രോൾ. ഇത് പിന്നെ റേറ്റ് ചോദിക്കുക. അതേപോലെ IMT ആണ്. എന്നിരുന്നാൽ പോലും റേറ്റ് 9,75,000 ചോദിക്കുന്നുള്ളൂ. നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത വണ്ടിയില് അതെ, സോണറ്റ് നല്ല ബ്ലാക്ക് കളറിലാണ്. അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ഒരു കളറാണ് കിയയില് ബ്ലാക്ക് എന്ന് പറയുന്നതൊക്കെ. നല്ല രസം, നല്ല ബ്ലാക്കിന് നല്ല നോയ്സ് വരുന്നുണ്ട് അല്ലേ? ഈ സമയമായോണ്ട് ഒന്നാമത്. പിന്നെ ഇത് 2021 മോഡലാണ്. പെട്രോള് ഫുൾ ഓപ്ഷൻ GTX ആണ് വണ്ടി വരുന്നത്. അതായത് സിംഗിൾ ഓണർ ആണ് വണ്ടി വരുന്നത്. റേറ്റ് വന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് 11,25,000 രൂപയാണ്. പിന്നെ അതിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് നമുക്കൊരു ലോൺ, അതേപോലെ ലോൺ ഒരു 10-10.25 നമുക്ക് ലോണും കയറും. ഒരു 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് സോണറ്റ് പോലത്തെ ഒരു വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും. അത് ഫുൾ ഓപ്ഷൻ തന്നെ ഇറക്കാൻ പറ്റും. പിന്നെ വേറെ എന്താ ഡീറ്റെയിൽസ് അറിയാണ്ടോ? എല്ലാം പറഞ്ഞില്ലേ? ഫുൾ ഓപ്ഷൻ എല്ലാം പറഞ്ഞു. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ജീപ്പ് കോമ്പസ് 2019 മോഡൽ പനോരമിക് സൺറൂഫ് ആണ്. ഇത് ന്യൂ ഷേപ്പ് ആണ് കേട്ടോ. അതായത് 18 ശേഷം ഒരു ഷേപ്പ് വന്നിരുന്നു. ഇപ്പൊ വീണ്ടും ഷേപ്പ് മാറി. എന്നിരുന്നാലും പോലും 18 ശേഷം ഒരു ഷേപ്പ് വന്നിരുന്നു. ആ ഷേപ്പാണ് ഈ വണ്ടി വരുന്നത്. 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ലിമിറ്റഡ് പ്ലസ് പനോരമിക് സൺറൂഫ്, സ്ക്രീന്, ഡീഫോഗർ ഒക്കെ വരുന്ന മോഡലാണ് വണ്ടി വരുന്നത്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. റേറ്റ് നമ്മൾ 16,25,000 ആണ് ചോദിക്കുന്നത്. അതിലൊക്കെ നമുക്ക് ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനും ഒരു 85-90% നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ അടുത്ത എപ്പിസോഡുമായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് വണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരുന്നവരെ എല്ലാവരോടും ബൈ. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. വീണ്ടും ബൈ.